നോമ്പുകാലം 5-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. തന്നെക്കുറിച്ച് പല പ്രസ്താവനകളും പല പ്രാവശ്യമായി യേശു നടത്തിയിട്ടുണ്ട്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ന യേശുവിന്റെ പ്രസ്താവനയെ നമുക്കിന്ന് ധ്യാനിക്കാം. പ്രകാശമാണ് ജീവന്റെ അടിസ്ഥാനം. പ്രകാശം ജീവനാണെങ്കിൽ അന്ധകാരം മരണത്തെ സൂചിപ്പിക്കുന്നു. അതൊന്നും മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ അനീതിയും അസത്യവും അധർമ്മവുമൊക്കെ അന്ധകാര ശക്തികളുടെ വിളയാട്ടമായിട്ടാണ് എല്ലാ മതവും പരിഗണിച്ചു പോരുന്നത്. അതുകൊണ്ടാണല്ലോ ഭാരതത്തിലെ ഋഷിമാർ തമസോമ ജ്യോതിർഗമയ എന്ന് പാടിയത്. എവിടെയോ മറഞ്ഞിരിക്കുന്ന നിത്യപ്രകാശത്തെ അവർ സ്വാഗതം ചെയ്യുകയാണ്. നിത്യമാം പ്രകാശമേ, നയിക്കുക എന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ എന്ന ഗാനശകലം ഈ ചിന്ത തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. നന്മയെ പ്രകാശമെന്നും തിന്മയെ അന്ധകാരമെന്നും വിളിക്കുന്നു. അന്ധകാരം മനുഷ്യനെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ എത്ര കൂരിരുട്ടായാലും ഒരു തിരിവെട്ടം അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്നു. പ്രകാശമുള്ളപ്പോൾ നമുക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നു. ലോകത്തിന്റെ പ്രകാശമായി യേശു ലോകത്തിലേക്ക് വന്നത് അഗോചരനായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാനാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അതിനാലാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നവൻ സ്വയം വെളിപ്പെടുത്തിയത്. ഞാനും പിതാവും ഒന്നാണ് എന്നും അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശുവിനെ അനുഗമിക്കുന്നവൻ ദൈവത്തിന്റെ സ്വഗതമായ നിത്യജീവൻ കരഗതമാക്കുന്നു. പ്രകാശമില്ലാത്തപ്പോൾ സസ്യജാലങ്ങൾ വാടിക്കരിഞ്ഞു പോകുന്ന പോലെ ദൈവിക പ്രകാശമില്ലാത്തവൻ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടവനായി ആത്മാവിൽ മരണമടയുന്നു. വെളിച്ചവും ജീവനും പരസ്പര പൂരകങ്ങളാണ്. പ്രകാശത്തെ ആർക്കും കാണാൻ കഴിയാത്ത പോലെ ദൈവത്തെയും ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാനാവില്ല. മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേലിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന കർത്താവിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അന്ന് വാഗ്ദത്ത നാട്ടിലേക്കാണ് മോശ അവരെ നയിച്ചതെങ്കിൽ ഇന്ന് ലോകത്തിന്റെ പ്രകാശമായ ഈശോ നിത്യവസതിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അന്ന് നിയമം ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹായും അവന്റെ വെളിപ്പെടുത്തലുകളുമാണ് ദൈവഹിതമായി നൽകപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വ്യാപരിക്കുന്നവരെ അവൻ നിത്യജീവനിലേക്ക് നയിക്കുന്ന പ്രകാശമാക്കി മാറ്റുന്നു. ചുറ്റുപാടും നോക്കുക. അവനെ വിളംബരം ചെയ്യാൻ കൂണ് പോലെ ധ്യാന കേന്ദ്രങ്ങളും പ്രഗത്ഭമായ സ്ഥാപനങ്ങളും നാടെങ്ങും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ നിഷ്ഫലമാക്കുന്ന രീതിയിൽ അന്ധകാര ശക്തികളും പ്രസ്ഥാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളും അവയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു. പുറമെ എല്ലാം ഭദ്രമാണ്. നന്മ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ലോകത്തിന് തിമിരം ബാധിച്ചിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അന്ധകാരത്തിന്റെ ഏതോ മായാലോകത്തിലാണവർ. ആ മയക്കത്തിൽ അവൻ സ്വന്തം അമ്മയുടെയും സഹോദരന്റെയും കാമുകിയുടെയും ഉറ്റവരുടെയും ഒക്കെ ജീവനെടുത്തിട്ടും ചെയ്ത പ്രവൃത്തിയിൽ ഒട്ടും പശ്ചാത്താപമില്ലാതെ തുടർന്നും ജീവിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം പ്രതിലോമ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും പ്രതികരിക്കാൻ ആവാത്തവണ്ണം ഭരണകൂടവും നിശബ്ദത പാലിക്കുന്നു. കാരണം മനുഷ്യനെ മൃഗതുല്യനാക്കുന്ന മദ്യവും മയക്കുമരുന്നും അവർക്ക് വലിയ വരുമാന സ്രോതസ്സുകളാണ്. യുവതയെ വിറ്റു കാശാക്കുന്ന ഭരണകൂടങ്ങൾ. വോട്ട് ബാങ്കിലാണ് അവരുടെ നോട്ടം. അധികാരം അത്രയേറെ അവരെ മത്തു പിടിപ്പിച്ചിരിക്കുന്നു. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ഇത് മനുഷ്യന്റെ അടിസ്ഥാന പ്രവണതയാണ്. എല്ലാ കാലത്തും ഇതിന്റെ സ്വാധീനം ലോകത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യമാണ് ഉയർത്തെഴുന്നേൽക്കുക. ലോകത്തിന്റെ പ്രകാശമായി വന്ന യേശുവിനെ അവർ കുരിശിൽ തറച്ചു. അപ്പോൾ നട്ടുച്ച നേരമായിരുന്നിട്ടും ലോകമെങ്ങും അന്ധകാരം നിറഞ്ഞു. പരിധി വിട്ട പ്രകൃതിയിലെ മാറ്റങ്ങൾ കുരിശിൽ തറയ്ക്കാൻ നേതൃത്വം കൊടുത്തവരെ പോലും അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് ഏറ്റുപറയിപ്പിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ടാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. അന്ധകാരത്തെ കീഴടക്കി പ്രകാശമെന്ന് പ്രഖ്യാപിച്ച അവൻ ഉയർത്തു വന്നു.
മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ വിജയം എവിടെ? കുരിശിൽ തറച്ചവനെ അവൻ കുരിശിന്റെ അടിമയാക്കി. അവന്റെ തല തകർത്തു. സത്യം ജയിക്കട്ടെ, പ്രകാശം വ്യാപിക്കട്ടെ, ലോകം ദൈവാരൂപി കൊണ്ട് നിറയട്ടെ.